ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഓണം അങ്ങ് എത്താറായി പോയി കുറേ ദിവസമായി പറയുന്നു കേട്ടോ. ഇത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയാണ്. നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോവാം കേട്ടോ. ഇത് നമ്മുടെ ബീട്രൂട്ട് നമ്മളിത് ഈ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കുകയാണ്. ഇതുപോലെ ഒരു ചെറിയൊരു പീസ് ബീട്രൂട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു അരമുറി തേങ്ങയും 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ജീരകവും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കടുവും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. കടുവും കൂടെ ചേർത്തിട്ടാണ് നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ബീട്രൂട്ട് ഒരു തുള്ളി വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങ അരച്ച അരപ്പ് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരും. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഇതുപോലെ ഒരു തിള വരും. നമ്മുടെ തേങ്ങ അരപ്പ് ഒന്ന് വേവണമല്ലോ. അപ്പോൾ ആ അരപ്പൊന്ന് വേവായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട കൂടാതെ അടിച്ചെടുത്ത് നമ്മുടെ തൈര് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പി അല്ലേ ഇത്, നമ്മുടെ ബീട്രൂട്ട് പച്ചടി. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ഇത് ഉണ്ടാക്കിയിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്. അപ്പോൾ ഇത് നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.